വിശുദ്ധ തൈലം ദേവാലയത്തിൽ സ്വീകരിക്കുന്ന കർമ്മം. പ്രിയമുള്ളവരെ, തിരുസഭയിൽ വിശ്വാസികളെ ലേപനം ചെയ്യുവാനുള്ള തൈലങ്ങൾ വിശുദ്ധ വാരത്തിൽ കത്തീഡ്രലിൽ വെച്ച് വൈദിക സമൂഹം ഒന്നിച്ച് ദിവ്യബലിവർപ്പണ വേളയിൽ അഭിവന്ദ്യ മെത്രാൻ ആശീർവദിച്ച് 3 തൈലങ്ങളാണ് സഭയിൽ ഉപയോഗിക്കുന്നത്. ജ്ഞാനസ്നാനാർത്ഥിക്കുള്ള തൈലം, രോഗിലേപന അവസരത്തിൽ പൂശുവാനുള്ള തൈലം, വിശുദ്ധ ക്രിസം. ഈ വിശുദ്ധ തൈലങ്ങൾ നമ്മളുടെ മധ്യേ ഇപ്പോൾ സംഭവിക്കപ്പെടുന്ന കർമ്മത്തിൽ ഭക്തി ആദരവോടെ നമുക്ക് പങ്കുചേരാം. രോഗലേപനത്തിനുള്ള തൈലം വയലറ്റ് നിറത്തിലുള്ള അലങ്കാരത്തോടെ ശ്രീമതി സൗമ്യ പ്രദക്ഷിണമായി കൊണ്ടുവരുന്നു. സർവശക്തനായ ദൈവമേ, രോഗികളെയും വാർദ്ധക്യത്തിലായവരെയും ക്രിസ്തുനാഥൻ രക്ഷാകര സഹനത്തിൽ പങ്കുചേർക്കുവാൻ അങ്ങ് തിരുവുള്ളമായിരുന്നു. രോഗിലേപന കൂദാശയിലൂടെ അനുദപിക്കുന്ന രോഗികൾക്ക് പാപമോചനവും മനഃശക്തിയും രോഗസൗഖ്യം നൽകുവാൻ തിരുമനസ്സായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ അങ്ങ് നിന്നും വാഴ്ത്തപ്പെടട്ടെ. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ദൈവമേ അങ്ങ് നിന്നും വാഴ്ത്തപ്പെടട്ടെ എന്ന് പ്രത്യുച്ചരിക്കാം. ജ്ഞാനസ്നാനാർത്ഥിക്കുള്ള തൈലം പച്ച നിറത്തിലുള്ള അലങ്കാരത്തോടെ മതാധ്യാപക ശ്രീമതി ലാലി റജി പ്രദക്ഷിണമായി കൊണ്ടുവരുന്നു. ദൈവിക ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുകയും ദൈവിക ശ്വാസത്താൽ ജീവൻ പകരുകയും ചെയ്ത സർവേശ്വര, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഉത്ഭവ പാപത്തിൻ്റെ മാലിന്യം അകറ്റി പരിശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കുവാനായി ജ്ഞാനസ്നാനാർത്ഥികൾക്കായുള്ള ഈ തൈലം ആശീർവദിച്ച ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ അങ്ങ് നിന്നും വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ ക്രിസം സ്വർണ്ണ നിറമുള്ള അലങ്കാരത്തോടെ റെവറൻ സിസ്റ്റർ റോസ്ലിൻ പ്രദക്ഷിണമായി കൊണ്ടുവരുന്നു. ഏകജാതനായ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ പ്രവാചകനും പുരോഹിതനും ഇടയനുമായി അഭിഷേകം ചെയ്ത ദൈവമേ, ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം വഴി അങ്ങേ മക്കളായി വീണ്ടെടുക്കപ്പെട്ടവർക്ക്
ജ്ഞാനസ്നാനത്തിലും സ്ഥൈര്യലേപനത്തിലും തിരുപ്പട്ടത്തിലും പരിശുദ്ധാത്മാ അഭിഷേകം നൽകുവാനും ദൈവാലയവും ബലിപീഠവും അവിടുത്തെ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കുവാനും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പര്യായമായ വിശുദ്ധ ക്രിസം ആശീർവദിച്ച ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങേ നാമം വാഴ്ത്തപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ സന്തോഷത്തോടെ ഈ പെസഹ ആഘോഷങ്ങളുടെ ഒരുക്കമായ ഈ പെസഹ ദിനത്തിൻ്റെ ദിവ്യബലിയിൽ പങ്കുചേരുവാൻ സാഘോഷം പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ആഘോഷപൂർവകമായി നമ്മുടെ രൂപതയിൽ നമ്മുടെ അഭിവന്യ നമ്മുടെ സെബാസ്റ്റ്യൻ പിതാവും ജസ്റ്റിൻ പിതാവും ചേർന്ന്, അതുപോലെ നമ്മുടെ രൂപതയിലെ എല്ലാ വൈദികരും ചേർന്ന് ആശീർവദിച്ച ഈ തിരുത്തൈലങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു വർഷത്തേക്ക് നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമ്മളുടെ പ്രത്യേകിച്ച് മാമോദീസായ്ക്കും രോഗീലേപനത്തിനും മറ്റ് തിരുപ്പട്ടമോ അതുപോലുള്ള അഭിഷേക കൂദാശകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന തിരുത്തൈലങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആൾക്കാരിൽ നിൽക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഈ ബലിയിൽ പങ്കുപറ്റുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. എന്നാൽ നമുക്ക് വലിയ ഭാഗ്യമെന്ന് നമ്മളോടുകൂടെ നമ്മുടെ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ ആൻ്റണി പാട്ടപ്പറമ്പിൽ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാം, നമ്മുടെ രൂപതയുടെ കോർപ്പറേറ്റ് മാനേജരായി സ്തുത്യർഹമായി സേവനം ചെയ്യുകയും അതുപോലെ തന്നെ രൂപതയുടെ അകത്തും പുറത്തും സ്വദേശത്തും വിദേശത്തുമൊക്കെയായി ഒത്തിരിയേറെ സേവനം ചെയ്യുകയും അനേകം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിക്കൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും തന്നെ അച്ഛൻ്റെ ഹിസ്റ്ററിയുടെ പല ഗ്രന്ഥങ്ങളും പരീക്ഷയ്ക്കും മറ്റു പല കാര്യങ്ങൾക്കും ഒക്കെയായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛൻ വലിയ തിരക്കൊക്കെ ആയിരുന്നിട്ടും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് അച്ഛൻ ഇന്ന് ഞങ്ങളോടുകൂടെ ഈ പെസഹ ദിനങ്ങളിലായിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മറ്റു പലയിടത്തും അച്ഛൻ ഓൾറെഡി ഏറ്റെടുത്തിട്ടുള്ളതാണ്, എങ്കിലും ഇന്ന് നമ്മളുടെ കൂടെ ഈ ബലിയിൽ എൻ്റെ കൂടെ ആകാൻ നിങ്ങളോട് കൂടെ പ്രാർത്ഥിക്കാൻ കടന്നു വരാം എന്ന് പറഞ്ഞു. അച്ഛൻ എന്ന് പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ അതാണ്, ഞാൻ വരാം, പക്ഷേ കുർബാന അച്ഛൻ ചൊല്ലണം, കാലുകഴിയിൽ ശുശ്രൂഷയൊക്കെ വികാരി എന്ന നിലയിൽ അച്ഛൻ ചൊല്ലണം, ഞാൻ രണ്ട് വാക്ക് പറയാം എന്ന് പറഞ്ഞാണ് അച്ഛൻ വന്നത്. അപ്പോൾ അച്ഛൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഈ വിശുദ്ധ വാരത്തിൻ്റെ വലിയ അനുഗ്രഹമായി ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന ആൻ്റണി പാട്ടപ്പറമ്പിലച്ഛനെ ഏറ്റവും സ്വാഗതം ചെയ്തുകൊണ്ടും നിങ്ങളെല്ലാവരെയും ഈ തിരുവത്താഴ ബലിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ബലിയിൽ നമുക്ക് സജീവമായി പങ്കുചേരുവാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നമുക്ക് തമ്പുരാൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ഒരുക്കത്തോടുകൂടി ബലിക്കായിട്ട് നമുക്ക് തന്നെ എടുക്കാം. ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരികളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ.
പങ്കുകൊള്ളുവാൻ ഞങ്ങൾ സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും പൂർണ്ണത പ്രാപിക്കുന്നതിന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അടിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലോട് കടന്നു പോകും. ഈജിപ്തിലെ സകല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതനെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരിമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം. കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് അരുൾ ചെയ്യുക, ഞാൻ നിങ്ങൾ കർത്താവ് നിങ്ങളോട് കൂടെയും യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. പെസഹ തിരുനാളിന് മുമ്പ് തന്നെ യേശു ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള അവൻ്റെ മണിക്കൂർ വന്നുവെന്നറിഞ്ഞു. ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമിയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ ഉള്ളിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കലേക്ക് പോകുകയും ചെയ്യുന്നുവെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു കച്ചിയെടുത്ത് അരയിൽ ചുറ്റി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന കച്ചുകൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമിയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ പാദങ്ങൾ കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, എന്നാൽ പിന്നീട് നീ അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടായിരിക്കുകയില്ല. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുദ്ധനായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശുവിന്റെ ശരീരവും രക്തവുമായി മാറി കത്തോലിക്ക സഭ പരീക്ഷിച്ച് നിരീക്ഷിച്ച് സാക്ഷ്യപ്പെടുത്തിയ 100ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുണ്ട്. 100ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുണ്ട്. അത് ഈ ഏറ്റവും പഴയത് 8-ാം നൂറ്റാണ്ടിൽ ചിലയുടെ നോർത്തില് ഒരു സ്ഥലമുണ്ട് ലഞ്ചാനോയിലെ അത്ഭുതത്തെ പറ്റി നിങ്ങൾ ഗൂഗിളിൽ കിട്ടും. ഞാൻ ഈ പറയാൻ പോകുന്നത് എല്ലാം ഗൂഗിളിൽ നിങ്ങൾക്കുണ്ട്. ഈ 8-ാം നൂറ്റാണ്ടിൽ ഒരു സന്യാസി അച്ഛൻ ഒറ്റയ്ക്ക് കുർബാനയിലോ കുർബാനയാണ് കൂതാശ പദം ചെയ്യും. അതിനെടുത്തിട്ട് ഇത് എന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞപ്പോൾ ഈ അച്ഛൻ അങ്ങോട്ട് ബോധ്യമായില്ല. ഇത് പിന്നെ അതേ നിറം, ഇത് അതുപോലെ അതേ വെയിറ്റ്, ഇതെങ്ങനെ യേശുവിന്റെ ശരീരമാണല്ല. ഈ അച്ഛൻ ഒന്നും കൂടെ പ്രാർത്ഥിച്ചു കൂതാശ. ആ സമയത്ത് അതൊരു മാംസ കഷ്ണമായിട്ട് മാറി, തിരുരക്തത്തിന്റെ ഷേപ്പ് അങ്ങ് മാറി. പിന്നീട് അത് 8-ാം നൂറ്റാണ്ട്, ഇപ്പൊ 1200 വർഷം കഴിഞ്ഞു. ഇത് കത്തോലിക്ക സഭയെടുത്ത് 2 അവിശ്വാസികളായ നിരീശ്വരവാദികളായ 2 ശാസ്ത്രജ്ഞന്മാരെ ഏൽപ്പിച്ചു. ഇതെന്താണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, ഇതൊന്ന് പഠിച്ചിട്ട് പറയാമോ. ഈ 2 ശാസ്ത്രജ്ഞന്മാർ 2 സ്ഥലത്ത് കൊടുത്തു. അവർ പഠിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങളുടെ ഗൂഗിളിൽ കിട്ടും. റിസൾട്ട് ഇതാണ്. ഈ 2 പേരും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തി അവരെഴുതി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വലിയ Mother